നേരത്തെ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് ബലേനോ ആ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ തന്നെയാണ് ഹ്യുണ്ടായുടെ തന്നെ വാഹനങ്ങൾ വരുന്നുണ്ട്, ടാറ്റയുടെ ടിയാഗോ പോലുള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെയാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ 15,000 രൂപ അപ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ക്രാപ്പ് പോളിസി ഇല്ലാതെ തന്നെ നോർമലി നമുക്ക് ഗ്രാൻഡ് ഹ്യുണ്ടായിൽ നിന്നും ക്രെറ്റയ്ക്ക് 1,05,000 രൂപയോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രെറ്റയ്ക്ക് ഇറങ്ങി 11 വർഷമായിട്ടും ഇത്രയും വലിയ ഓഫേഴ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ചുമ്മാ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന വണ്ടിക്ക് വരെ ഇത്രയും വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അതായത് ഞാനൊരു ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ തന്നെ 53,000 രൂപയാണ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ റെഡ്യൂസ് ആവും നമ്മുടെ ടാക്സ് എമൗണ്ടിൽ. ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എല്ലാവർക്കും കിട്ടുന്നോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈസിൽ നിന്ന് ചുമ്മാ വെറുതെ കുറയുന്നതല്ല. നമ്മുടെ അടുത്ത് പഴയൊരു വാഹനം ഉണ്ട്, അത് സ്ക്രാപ്പ് ചെയ്യാൻ നൽകി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ, നിങ്ങളുടെ പേരിലുള്ള വാഹനം സ്ക്രാപ്പ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഗ്രാൻഡ് ഹ്യുണ്ടായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് 15% നിങ്ങൾക്ക് റോഡ് ടാക്സ് കുറച്ചടച്ചാൽ മതി. ഞാൻ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ആ എമൗണ്ട് വരുന്നത് 53,750 രൂപയാണ്. കൂടാതെ ഇവിടെ 50,000 രൂപ സ്ക്രാപ്പേജ് പോളിസിക്ക് ഒരു നമ്മുടെ ഓഫർ എന്നുള്ള നിലയ്ക്ക്, ഒരു എക്സ്ചേഞ്ച് ബോണസ് എന്നുള്ള നിലക്കും തരുന്നുണ്ട്. അപ്പോൾ പഴയ വണ്ടി കയ്യിലുണ്ടെങ്കിൽ 1,00,000 രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് പുതിയ വണ്ടിക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്കീം അടക്കം നിരവധി ഓഫേഴ്സാണ് ഈ മാസം ഹ്യുണ്ടായിൽ റൺ ചെയ്യുന്നത്. സോ പാലക്കാടുള്ള ഗ്രാൻഡ് ഹ്യുണ്ടായിൽ നമുക്ക് ഓരോ മോഡൽസും എത്രയൊക്കെ ഓഫേഴ്സ് ലഭിക്കുമെന്ന് നോക്കാം. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,79,000 മുതൽ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കിന് തന്നെ നമുക്ക് 20,05,000 രൂപയാണ് വരുന്നത്. ഈ മാസത്തെ ഏറ്റവും അധികം ഓഫേഴ്സ് വരുന്നത് പെട്രോളിനാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞ സ്ക്രാപ്പ് പോളിസി ഇല്ലാതെ തന്നെ നോർമലി നമുക്ക് ഗ്രാൻഡ് ഹ്യുണ്ടായിൽ നിന്നും ക്രെറ്റയ്ക്ക് 1,05,000 രൂപയോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രെറ്റയ്ക്ക് ഇറങ്ങി 11 വർഷമായിട്ടും ഇത്രയും വലിയ ഓഫേഴ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. 1,00,000 മുകളിലുള്ള ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഹ്യുണ്ടായി ക്രെറ്റയുടെ പെട്രോളിൻ്റെ വേരിയൻസ് വാങ്ങാനായിട്ട് പറ്റും. അതിലാണ് ഞാൻ പറഞ്ഞത് സ്ക്രാപ്പേജ് പോളിസിയുടെ ഒരു സ്കീം വന്നിട്ടുള്ളത്. ഏകദേശം 15% നിങ്ങൾ വാഹനം ഇവിടെ കൈമാറണമെന്നില്ല, നിങ്ങൾ പുറത്തെവിടെയും കൈമാറി സ്ക്രാപ്പ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ആ ഉള്ള സെയിം ആളുടെ പേരിൽ തന്നെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 15% കുറവ് അടച്ചാൽ മതി. റോഡ് ടാക്സ് നമ്മൾ ഗവൺമെൻറ് അടക്കുന്ന ടാക്സ് ആണ്, അതൊന്നും നമുക്ക് ഒരു രീതിയിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കിട്ടാത്തതാണ് നോർമൽ ലെവലിൽ. സോ സ്ക്രാപ്പ് വണ്ടിയുള്ളവർക്ക് മാത്രമാണ് ആ ഒരു സ്കീം ലഭിക്കുക. അതല്ലാത്തവർക്ക് കൺസ്യൂമർ ഓഫറായിട്ടും എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടും അപ്ഗ്രേഡ് ബോണസ് ആയിട്ടും ഒക്കെ നമുക്ക് ഓഫേഴ്സോടുകൂടി 1,00,000 മുകളിലാണ് ക്രെറ്റയ്ക്ക് വരുന്ന ഓഫർ. അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹ്യുണ്ടായുടെയോ മാരുതിയുടെയോ ടാറ്റയുടെയോ മറ്റേത് ബ്രാൻഡിൻ്റെ വാഹനത്തിൽ നിന്നും ഈ ഒരു ക്രെറ്റയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ചേഞ്ച് ആയിട്ട് ഇവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഹ്യുണ്ടായുടെ ആണെങ്കിൽ നമുക്ക് i10, എക്സ്റ്റർ അങ്ങനെയുള്ള മോഡൽസ് വരുന്നുണ്ട്. സ്വിഫ്റ്റ്, ബലേനോ പോലുള്ള മാരുതി മോഡൽസ്, ടിയാഗോ പോലെയുള്ള ടാറ്റയുടെ മോഡൽസ്, അതൊക്കെ നമ്മൾ ഇവിടെ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നോർമൽ നിങ്ങൾക്ക് ഒരു വാല്യൂ അതിന് കണക്കാക്കുന്നതിന് പുറമെ നമുക്ക് ഏകദേശം 50,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള എക്സ്ചേഞ്ച് നമുക്കൊരു അപ്ഗ്രേഡ് ബോണസ് കൂടി ഇവിടെ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ഓഫേഴ്സോടുകൂടി ക്രെറ്റ നമുക്കിപ്പോൾ വലിയ ഡിസ്കൗണ്ട് കൂടിയിട്ടാണ് വാങ്ങാനായിട്ട് പറ്റുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സുള്ള ഈ സെഗ്മെൻറ്റ് ഭരിക്കുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. നമുക്കറിയാം ഏകദേശം 11 വർഷമായിട്ടും ടോപ്പ് സെല്ലിംഗ് മോഡലാണ്. മിഡ് സൈസ് SUV കാറ്റഗറിയിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സും ഈ ഒരു സെഗ്മെൻറ്റ് പഠിക്കാനായിട്ട് വാഹനം ഇറക്കിയിട്ട് ഇപ്പോഴും കിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറഞ്ഞാൽ. സോ നിലവിൽ വാഹനം സ്റ്റോക്ക് അവൈലബിൾ ആണ്, വിത്ത് ഓഫേഴ്സ് കൂടി നിങ്ങൾക്ക് ഗ്രാൻഡ് ഹ്യുണ്ടായിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രാപ്പേജ് പോളിസിയുടെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചർ വരുന്ന മറ്റൊരു മോഡലാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എടുക്കുന്നവർക്ക് കിട്ടുന്ന ആ ഒരു യുണീക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ 224 എന്ന് പറഞ്ഞിട്ട് ഹ്യുണ്ടായി കൊണ്ടുവന്നുള്ള ഒരു ഓഫറാണ്. അതായത് നിങ്ങൾക്കൊരു 2 വീലർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ല 4 വീലർ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ കാറല്ല സെക്കൻഡ് കാർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എടുക്കുന്ന ആളുടെ അതേ പേരിൽ നിങ്ങളൊരു 2 വീലർ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിൽ നിന്നും 10,000 രൂപ വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെറ്റയ്ക്കുള്ള പോലെ തന്നെ അപ്ഗ്രേഡ് ബോണസ്, അതായത് ഹ്യുണ്ടായിൻ്റെ ആവണമെന്നില്ല, മാരുതിയുടെ, ടാറ്റയുടെ ഏത് വാഹനവുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അപ്ഗ്രേഡ് സെലക്ടഡ് മോഡൽസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് അവർ പറഞ്ഞു തരും ഏതൊക്കെ മോഡൽസ് എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വിഫ്റ്റ്, ബലേനോ ആ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ തന്നെയാണ് ഹ്യുണ്ടായുടെ തന്നെ വാഹനങ്ങൾ വരുന്നുണ്ട്, ടാറ്റയുടെ ടിയാഗോ പോലുള്ള വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെയാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ 15,000 രൂപ അപ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 80,000 രൂപ ഡിസ്കൗണ്ടാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന് ഈ മാസം വരുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി 224 എന്നുള്ള സ്കീം തന്നെയാണ്. അതായത് സാധാരണ അങ്ങനെ ആരും തരാറില്ല. നമ്മുടെ പേരിൽ അത് നിങ്ങൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, നമ്മുടെ പേരിൽ ഒരു 2 വീലർ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ 5,55,000 നമുക്ക് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എൻട്രി ലെവൽ നോക്കുന്നവർ, അതിൽ ഒരു ആദ്യമായിട്ടൊരു കാർ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരു അടിപൊളി ചോയ്സാണ്. അതിന് ഏറ്റവും പ്രധാന കാരണം ഇതിൻ്റെ സ്പേസ് ആണിത്. ജസ്റ്റ് ഞാൻ ഉള്ളിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക്
ഇങ്ങനെ ഇരുന്നാൽ അത്യാവശ്യം എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള മറ്റുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു റിയർ സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഡാഷ്ബോർഡ് കണ്ടോ, എന്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളാണ്, ഓട്ടോമാറ്റിക് AC തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും അത് അല്ലെങ്കിൽ ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ വരുന്ന ഒരു ഡാഷ്ബോർഡ് ഈ സെഗ്മെന്റിലൊന്നും, അതായത് ഒരു 5.5 ലക്ഷത്തിനൊക്കെ വില തുടങ്ങുന്ന ഒരു വാഹനത്തിലും ഇല്ല എന്നുള്ളതാണ്. സോ ആ റെഡി ആയിട്ടുള്ള ഞാൻ മുന്നിൽ ഇരുന്നപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എനിക്ക് കിട്ടുന്ന സ്പേസ് ഇനി റിയറിൽ ഇതേ ഇത്രയും സ്പേസ് ആണ് ലഭിക്കുന്നത് കേട്ടോ. നീ റൂം, തൈ സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ എൻട്രി ലെവൽ വാഹനം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് എടുത്താൽ തന്നെ 8,02,000 രൂപ വരുന്നുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് കേട്ടോ. കൂടാതെ CNG ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട്. സോ അത്രയും പ്രൈസിൽ നമുക്ക് ഈ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ വിത്ത് റിയർ AC വെന്റ് പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് എന്നുള്ളതല്ല, നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കിട്ടേണ്ട ഫീച്ചറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ചെറിയ വാഹനത്തിൽ തന്നെ വരുന്നുണ്ട്. 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം വരുന്നത്. ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിന് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മറ്റുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ, മാരുതിയാണെന്നുണ്ടെങ്കിലും മറ്റേത് ബ്രാൻഡിന് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സിലിണ്ടർ എഞ്ചിനാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഐറ്റൻ ന്യൂസിൽ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, റിലയബിൾ ആണ്, വളരെ റിഫൈൻഡ് ആണ്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ അറിയുമില്ലാത്തൊരു റിഫൈൻമെൻറ്റ് വരുന്നൊരു എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. സോ 80,000 രൂപ ഡിസ്കൗണ്ടോടുകൂടി ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബും വരുന്ന ഒരു വാഹനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹ്യൂണ്ടായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് എക്സ്റ്റർ. അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡൽ എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു അപ്ഗ്രേഡ് കൊടുക്കുന്ന ഒരു മോഡലാണ് എക്സ്റ്റർ. അതിനും ഈ മാസം ഓഫർ വരുന്നുണ്ട്. 45,000 രൂപയാണ് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത്. എക്സ്റ്റർ നമുക്കറിയാവുന്ന പോലെ ഈ ഒരു കളർ നിങ്ങൾ നോട്ടീസ് ചെയ്തോ, ഒരു ഫുൾ ബ്ലാക്ക് ആണ്, അതൊരു മാറ്റ് ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ബഡ്ജറ്റ് റേഞ്ചുള്ള വാഹനങ്ങളിലൊന്നും മാനുഫാക്ചേഴ്സ് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് ഒന്നും തരാറില്ല. നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കിയാലും ഉണ്ടാവില്ല. സോ എന്തായാലും എക്സ്റ്ററിൽ നമുക്ക് ഇത്തരത്തിൽ മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, നൈറ്റ് എഡിഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും 5,79,000 പ്രൈസ് ആരംഭിക്കുന്ന ഒരു മോഡലാണ്. നിങ്ങൾ ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ ഓട്ടോമാറ്റിക് എടുത്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഓൺ റോഡ്, അതായത് ഓൺ റോഡ് 10 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് കിട്ടും എന്നുള്ള. പക്ഷേ ഫീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് വലിയ വാഹനങ്ങളിലുള്ള ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ് എക്സ്റ്റർ എന്ന് പറഞ്ഞാൽ. LED DRലും പ്രൊജക്ട് ഹെഡ് ലാമ്പ്. ഇതിപ്പോൾ കാണുന്നത് ടോപ്പ് എൻഡ് അല്ല, അതിന് തൊട്ട് താഴെയുള്ള HX6 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് വരെ നമുക്കിതിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്, ഡാഷ് ക്യാം വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ വരുന്നുണ്ട്. നമ്മൾ ഐറ്റൻ ന്യൂസിൽ കണ്ട അതേ തരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. സെയിം എഞ്ചിനാണ്, നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാന മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു SUVയുടെ ഒരു ഫീല് നമുക്ക് ഇതിനെ പുറത്ത് കാഴ്ചയിൽ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഐറ്റൻ ന്യൂസ് നിന്നും ഇതിലേക്ക് വരുമ്പോഴുള്ള പ്രധാന മാറ്റം. എന്തായാലും കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിൽ വാഹനം നോക്കുന്നവർക്ക് വലിയ വാഹനങ്ങളുടെ ഫീച്ചേഴ്സോട് കൂടിയിട്ട് എക്സ്റ്റർ വാങ്ങാനുണ്ട്. അതും ഈ മാസം 45,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ലഭിക്കും. ഇപ്പോഴത്തെ ഹ്യൂണ്ടായി ലൈനപ്പിലെ എൻ്റെ ഫേവറേറ്റ് മോഡൽ i20 ആണ്. ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ തന്നെ ഹോട്ട് ഹാച്ച് എന്നൊക്കെ പേര് കൊടുക്കാൻ പറ്റുന്ന ഏക മോഡലും i20 ഉള്ളൂ എന്ന് പറയാം. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ആരും ഗോൾഫ് GTI എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. എന്തായാലും i20 നോക്കുകയാണെങ്കിൽ ഈ മാസം ഓഫർ ഉണ്ട്. 65,000 രൂപ വരെയാണ് ഗ്രാൻഡ് ഹ്യൂണ്ടായിന്ന് ഈ മാസം i20ക്ക് ഓഫർ വന്നുള്ളത്, ഇൻക്ലൂഡിങ് N-Line. കാരണം ഹോട്ടാച്ച് മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് N-Lineൻ്റെ കാര്യം പറയാതിരിക്കാനാവില്ല. ലുക്ക് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എക്സോസ്റ്റ് നോട്ട് ആണെങ്കിലും വരെ കിഡ്ലനായിട്ടുള്ള ഒരു മോഡലാണ്. സോ 5,99,000 ഇതിൻ്റെ വില തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ പലർക്കും അറിയില്ല അത് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് i20 കിട്ടുമെന്നുള്ള കാര്യം. അതായത് ഒരു 7.5 ലക്ഷത്തിനകത്ത് തന്നെ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഹ്യൂണ്ടായി i20 കിട്ടും വിത്ത് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ട്. ഒരു നോർമൽ നമ്മൾ ഇത്ര നേരം കണ്ട ഹാച്ച് ബാക്കുകളെ പോലെയല്ല, ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. അതായത് കുറച്ചുകൂടി വലിയ സൈസ് വരുന്നുണ്ട്, നീളം കൂടുതൽ വരുന്നുണ്ട്, വീതി കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉള്ളിൽ കിട്ടും. മാത്രമല്ല വീൽ ബേസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ യാത്രാസുഖം ഒരു നോർമൽ നമ്മളൊരു നമ്മുടെ ന്യൂസിൻ്റെ കാര്യം സെഗ്മെൻറ്റ് വെച്ച് നോക്കുന്ന വാഹനങ്ങളെക്കാൾ യാത്രാസുഖം നമുക്ക് ഇതിലായിരിക്കും കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും 5,99,000 വില നോർമൽ i20ക്കാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് N-Line നോക്കുന്നവരാണെങ്കിൽ, എന്തായാലും പെർഫോമൻസ് നോക്കുന്നവർ, സോ എൻ്റെ ഡ്രീം കാറിലേക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് ആ ഒരു N-Line എന്ന് പറഞ്ഞാൽ. അതൊക്കെ 9,21,000 എക്സോറും സ്റ്റാർട്ട് ചെയ്യൊരു 11 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഓൺ റോഡ് നമുക്ക് ആ ഒരു വേരിയൻ്റൊക്കെ ഇറക്കാനായിട്ട് പറ്റും. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോട്ടൽ ബെനിഫിറ്റ്സ് എല്ലാം കൂടി 65,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട്സും ഗ്രാൻഡ് ഹ്യൂണ്ടായിൽ നിന്ന് ലഭിക്കുന്നത്. ഈ മാസം ഏറ്റവും ടോപ്പ് ഓഫർ വന്നിട്ടുള്ളത് ഹ്യൂണ്ടായി വെർണക്കാണ്. 95,000 രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. നമ്മൾ കാണുന്നത് ഒരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള മോഡലാണ്. ഇതിനാണെങ്കിൽ 55,000 രൂപയാണ് മാക്സിമം ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. പഴയ വെർഷനും സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിലാണെന്നുണ്ടെങ്കിൽ 95,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. പഴയ വെർഷൻ എന്ന് പറഞ്ഞാൽ ഇയർ ബാക്കിൻ്റെ അല്ലോട്ടോ പറഞ്ഞത്, നമ്മുടെ ഫേസ് ലിഫ്റ്റ് വന്നുകൊണ്ട് പഴയ ജനറേഷനിൽപ്പെട്ട വാഹനം എന്നുള്ളതേ ഉള്ളൂ. സെയിം 2026 മാനുഫാക്ചറിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. അതുകൂടാതെ 7 സീറ്റർ ആയിട്ടുള്ള നമ്മുടെ അൽക്കസറിന് നമുക്ക് 75,000 രൂപ ഡിസ്കൗണ്ട് വരുന്നത്. അങ്ങനെ ഹ്യൂണ്ടായുടെ ലൈനപ്പിലെ എല്ലാ വാഹനങ്ങൾക്കും യുണീക്ക് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെയുള്ള 2-4 എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്ക്രാപ്പേജ് പോളിസി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്കീമുകൾ ഹ്യൂണ്ടായി നൽകിയിട്ടുണ്ട്. കൂടാതെയുള്ള നോർമൽ നമുക്ക് ലഭിക്കുന്ന കൺസ്യൂമർ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ്, അത്തരം കാര്യങ്ങളെല്ലാം കൂടി ഈ മാസം എടുക്കുകയാണെങ്കിൽ
കിഡിൽ ഓഫേഴ്സാണ്. ക്രെറ്റയ്ക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഇതുവരെ ഇറക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് ക്രെറ്റയ്ക്കൊക്കെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സ്ക്രാപ്പേജ് പോളിസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ. മാത്രമല്ല പാലക്കാട് ഗ്രാൻഡ് ഹ്യുണ്ടായിലാണ് നമ്മളുള്ളത്. എല്ലാ വാഹനങ്ങളും നേരിട്ട് കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.